സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദിനെ അധികാരത്തിൽ നിന്നും നാടകീയമായി പുറത്താക്കിയ സംഭവത്തിന് ശേഷം ഭാവി എന്തെന്ന ആശങ്കകൾക്കിടയിൽ സിറിയൻ ക്രൈസ്തവർ ഞായറാഴ്ച ദിവ്യബലിക്കായി ഒരുമിച്ച് കൂടി. ദിവസങ്ങൾ നീണ്ട ആശങ്കകൾക്ക് ശേഷം ഇതാദ്യമായാണ് സിറിയൻ ക്രൈസ്തവർ ഞായറാഴ്ച വിശുദ്ധ ബലിയർപ്പണത്തിൽ പങ്കെടുത്തത്. സിറിയയുടെ അധികാരം പിടിച്ചെടുത്തവർ മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ടെങ്കിലും ആശങ്ക സജീവമാണ്. ഡമാസ്കസിനു ചുറ്റും ശക്തമായ ക്രിസ്ത്യൻ സാന്നിധ്യമുള്ള മേഖലകളിലെ തെരുവുകളിൽ ഞായറാഴ്ച വിശുദ്ധ കുർബാന കഴിഞ്ഞ് മടങ്ങിവരുന്ന ക്രൈസ്തവരുടെ ദൃശ്യങ്ങൾ കാണാമായിരുന്നുവെന്ന് അന്താരാഷ്ട്ര മാധ്യമമായ റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. സ്കൂളുകൾ തുറക്കുകയും വിദ്യാർത്ഥികൾ സ്കൂളുകളിലേക്ക് മടങ്ങുകയും ചെയ്തതും ജനജീവിതം സാധാരണഗതിയിലാകുന്നതിന്റെ സൂചനയായാണ് പ്രതിഫലിക്കുന്നത്. പല സ്കൂളുകളിലും പുതിയ ഭരണകൂടത്തിന്റെ പതാകകൾ പ്രദർശിപ്പിക്കുവാനും തുടങ്ങിയിട്ടുണ്ട്. ആസാദിന്റെ പതനത്തിനു മുമ്പ് ക്രൈസ്തവർ ഉൾപ്പെടെയുള്ള മതന്യൂനപക്ഷങ്ങൾ സ്വതന്ത്രമായി ആരാധനകൾ നടത്തിയിരുന്നു. ക്രൈസ്തവർക്ക് പുറമെ അർമേനിയക്കാർ, കുർദുക്കൾ, ഷിയ മുസ്ലിങ്ങൾ തുടങ്ങി നിരവധി മതന്യൂനപക്ഷങ്ങളും ഗോത്രങ്ങളുമുള്ള നാടാണ് സിറിയ. അതേസമയം തീവ്രവാദികളുടെ താവളമാകാതെ മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ബഹുമാനിക്കുകയും എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ കഴിയുന്നതുമായ ഒരു സർക്കാരിനെ തങ്ങൾ പിന്തുണയ്ക്കുമെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പ്രസ്താവിച്ചിരുന്നു. ചർച്ച് ഡെസ്ക്, ഷെക്കന ന്യൂസ്.